വാട്സപ്പിൽ വന്ന ആ വീഡിയോ ഓപ്പൺ ചെയ്തതും തസ്നിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കയ്യിലുണ്ടായിരുന്ന ഫോൺ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൻ്റെയും റിച്ചുവിൻ്റെയും സ്വകാര്യ നിമിഷങ്ങൾ. റിച്ചു ആർത്തിയോടെ അവളെ ചുംബിക്കുന്നതും അവളുടെ മാറിടങ്ങളെ താലോലിക്കുന്നതും എല്ലാം അതിൽ വ്യക്തമായിരുന്നു. ലോകം തന്നെ തനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ഇതിപ്പോൾ അയച്ചു തന്നിരിക്കുന്നത് തൻ്റെ കൂടെ പഠിച്ച ഫിദയാണ്. താൻ വിശ്വസിച്ചവരെല്ലാം തന്നോട് ചെയ്ത ചതിയുടെ ആഴം അളക്കാൻ കഴിയാത്തത്ര വലുതാണ് എന്ന് ആ നിമിഷം തസ്നി തിരിച്ചറിഞ്ഞു. തന്നെ ചതിച്ചത് റിച്ചു മാത്രമായിരുന്നില്ല, ഫിദ കൂടിയായിരുന്നുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ വീഡിയോ താൻ അറിയാതെ പകർത്തിയത് താനൊരു കൂടപ്പിറപ്പിനെ പോലെ വിശ്വസിച്ചവളുടെ കൂടെ സമ്മതപ്രകാരമാണെന്നറിഞ്ഞപ്പോൾ തസ്നി ശരിക്കും തളർന്നുപോയി. ഇത്ര വലിയൊരു ചതി ഫിദ ചെയ്യുമെന്ന് തസ്നി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വാതിലടച്ച് കട്ടിലേക്ക് തളർന്നിരിക്കുമ്പോൾ തസ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജീവിതം ഇത്രമേൽ സങ്കീർണമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ ഭർത്താവ് നിസാർ ഗൾഫിലേക്ക് പോയിട്ടിപ്പോൾ 4 വർഷം തികയുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 3 മാസം മാത്രമാണ് അയാൾ നാട്ടിലുണ്ടായിരുന്നത്. പരസ്പരം ഒന്ന് നന്നായി മനസ്സിലാക്കാൻ പോലും അവർക്ക് 3 മാസം കൊണ്ട് കഴിഞ്ഞില്ല. ആ ചെറിയ കാലയളവിനുള്ളിൽ അയാൾ അവൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി. പക്ഷെ ആ കുഞ്ഞിനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പിന്നീട് അയാൾ വന്നില്ല. പ്രസവത്തിന്റെ തിരക്കുകളും ബാധ്യതകളും പറഞ്ഞ് അയാൾ ഓരോ തവണയും വരവ് നീട്ടിവെച്ചു. മാസത്തിൽ ഒരിക്കൽ അയക്കുന്ന കുറച്ച് പണം, ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരു ഫോൺ കോൾ, അതിനപ്പുറം നിസാറിന് തന്റെ മേൽ വലിയ അവകാശങ്ങളൊന്നും ഉള്ളതായി തസ്നിക്ക് തോന്നിയിരുന്നില്ല. ഏകാന്തതയുടെയും വിരഹത്തിന്റെയും നീണ്ട രാത്രികൾ അവളെ ശ്വാസം മുട്ടിച്ചു. യൗവനം പാഴായി പോകുന്നു എന്ന തോന്നൽ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് പഴയ സഹപാഠിയായ ഫിദയെ അവൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഒരു കല്യാണ വീട്ടിൽ വെച്ചുള്ള ആ കൂടിക്കാഴ്ച തസ്നിയുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുകയായിരുന്നു. ഫിദയോട് തന്റെ സങ്കടങ്ങളെല്ലാം തസ്നി തുറന്നു പറഞ്ഞു. ഭർത്താവില്ലാത്ത വീടിന്റെ മടുപ്പും ശാരീരികവും മാനസികവുമായ ഒറ്റപ്പെടലും അവൾ പങ്കുവച്ചു. ഫിദ അതീവ താല്പര്യത്തോടെയാണ് അതെല്ലാം കേട്ടിരുന്നത്. ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ തസ്നി, അതിങ്ങനെ നശിപ്പിച്ച് കളയരുത്. നമുക്ക് എൻജോയ് ചെയ്യാൻ അവകാശമുണ്ട്. നിന്റെ ഭർത്താവ് നിന്നെ തേടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ വേറെ സെറ്റപ്പ് കാണും, ഉറപ്പ്. അവിടെ സുഖിക്കുന്ന അയാൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം വെറുതെ വേസ്റ്റ് ആക്കണോ? ഫിദയുടെ വാക്കുകൾ തസ്നിയുടെ ഉള്ളിൽ പുതിയൊരു ചിന്തയ്ക്ക് തിരികൊളുത്തി. റിച്ചുവിനെ പരിചയപ്പെടുത്തിയതും ആദ്യമൊക്കെ റിച്ചുവിനോട് സംസാരിക്കാൻ തസ്നിക്ക് പേടിയായിരുന്നു. ഒരു പരപുരുഷനുമായി അടുക്കുന്നത് തെറ്റാണെന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ റിച്ചുവിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ അവളെ പതുക്കെ വീഴ്ത്തി. ഹിക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകളും സ്നേഹം തുളുമ്പുന്ന വാക്കുകളും സാവകാശം തസ്നിയുടെ മനസ്സ് മാറ്റി. തൻ്റെ ശൂന്യമായ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവ കണ്ടെത്തിയതുപോലെ അവൾക്ക് തോന്നി. ഒടുവിൽ ആരും കാണാതെ റിച്ചു അവളുടെ വീട്ടിലേക്ക് വരുന്നതുവരെ കാര്യങ്ങളെത്തി. റിച്ചു വരുമെന്ന് പറയുന്ന ദിവസങ്ങളിൽ തസ്നി മുൻകൂട്ടി പ്ലാൻ ചെയ്യുമായിരുന്നു. ഉമ്മയ്ക്ക് അസുഖമുള്ളതിനാൽ രാത്രിയിൽ ഉറക്കഗുളിക കൊടുത്ത് നേരത്തെ ഉറക്കും. വീട്ടിൽ അവളും ഉമ്മയും മാത്രമാണ് താമസം. കുഞ്ഞിനെ ഉമ്മയുടെ കൂടെ കിടത്തും. ഇരുട്ടിൻ്റെ മറവിൽ റിച്ചു അടുക്കളവാതിൽ വഴി അകത്ത് കയറും. ആരും അറിയാതെ, ലോകം കാണാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു അവളുടെ വിശ്വാസം. സ്വന്തം ഭർത്താവിന് തന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് താൻ അയാളെ മാത്രം ധ്യാനിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു. ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് ഫിദയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് അവൾ സ്വയം വിശ്വസിച്ചു. പക്ഷേ ആ ആഘോഷത്തിൻ്റെ മറവിൽ ഒരു കെണി ഉണ്ടായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. റിച്ചു അവളുമായി ആഘോഷിക്കുന്ന നിമിഷങ്ങൾ അവൾ അറിയാതെ ഫോണിൽ പകർത്തി. റിച്ചുവും ഫിദയും ചേർന്ന് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് ബോധ്യമായി. ആ പഴയ സൗഹൃദവും പ്രണയവും വെറും നാടകമായിരുന്നു. ഫിദ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ വീഡിയോ സോഷ്യൽ മീഡിയയിലിടും എന്ന ഭീഷണി. തസ്നി തകർന്നു പോയി. ആദ്യമൊക്കെ അവൾ കയ്യിലുള്ള പണം കൊടുത്ത് കാര്യം ഒതുക്കി. എന്നാൽ കൂടുതൽ പണം ഫിദ ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങി. നിസാർ വല്ലപ്പോഴുമാണ് പണം അയക്കുക, അതും അവിടുത്തെ ആവശ്യത്തിന് കൃത്യം തുക. പിന്നെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അവളുടെ സ്വർണം വല്ലതും എടുക്കണം. തൽക്കാലത്തിന് ഇടാനുള്ളത് മാത്രം അവളുടെ കയ്യിൽ വെച്ച് ബാക്കിയെല്ലാം ഉമ്മയാണ് സൂക്ഷിക്കുന്നത്. അത് ചോദിച്ചാൽ ഒരു 100 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയും അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഫിദ വീണ്ടും വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഒന്നും ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥ. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. അവളോടുള്ള ദേഷ്യത്തിന് ഫിദ വീഡിയോ ആർക്കൊക്കെയോ അയച്ചു കൊടുത്തു. ഗ്രാമത്തിൽ വാർത്ത തീ പോലെ പടർന്നു. ആരോ നിസാറിനെയും വിവരമറിയിച്ചു. വാർത്തയറിഞ്ഞ് നിസാർ നാട്ടിലെത്തി. വീട്ടിൽ വലിയൊരു സ്ഫോടനം തന്നെ നടന്നു. ഉമ്മ തളർന്നു വീണു. തസ്നിയുടെ വീട്ടുകാർ പോലും അവളെ തള്ളി പറഞ്ഞു. നാട്ടുകാരുടെ പരിഹാസവും വീട്ടുകാരുടെ ശകാരവും തസ്നിയെ ആത്മഹത്യയുടെ വാക്കിലെത്തിച്ചു. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിസാർ ഒരു തീരുമാനമെടുത്തു. അയാളെല്ലാം സഹിക്കാൻ തയ്യാറായിരുന്നു. താൻ നാട്ടിൽ വരാത്തതും ഭാര്യയെ ഒറ്റപ്പെടുത്തിയതും ഈ വീഴ്ചയ്ക്കൊരു കാരണമാണെന്ന് നിസാറിന് തോന്നി. നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ അതിലേക്ക് നിന്നെ എത്തിച്ചതിൽ എനിക്കും പങ്കുണ്ട്, നിസാർ അവളോട് പറഞ്ഞു. ആ വാക്കുകൾ തസ്നിയുടെ ഹൃദയം തകർത്തു. ദേഷ്യപ്പെടുന്നതിനേക്കാൾ വലിയ വേദനയാണ് അയാളുടെ ആ ക്ഷമയെന്ന് അവൾക്ക് നൽകിയത്.
എന്നാൽ നിസാറിന്റെ വീട്ടുകാർ അത് എതിർത്തു. അവരുടെ വാക്കിന് വില വയ്ക്കാതെ അവളെ ജീവിതത്തിൽ ഉപേക്ഷിക്കില്ല എന്ന് നിസാർ തീരുമാനിച്ചു. അതോടെ അവർ ആരും അവരോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവളെ തൻ്റെ ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനം നിസാർ എടുത്തത്. അതിനുള്ള ഏർപ്പാടുകൾ അവൻ ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ അവളെയും കുഞ്ഞിനെയും കൂട്ടി നിസാർ ഗൾഫിലേക്ക് തിരിച്ചു. ആ നാടിൻ്റെ പരിഹാസങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അവളെ അയാൾ മോചിപ്പിച്ചു. ഗൾഫിലെ പുതിയ ജീവിതത്തിൽ അവർ പുറമേ സന്തോഷവാന്മാരായി തോന്നിപ്പിക്കുമെങ്കിലും തെസ്നിയുടെ ഉള്ളിൽ വലിയൊരു മുറിവ് ഉണങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. നിസാർ പഴയതുപോലെയല്ല. സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ചില തർക്കങ്ങൾ വരുമ്പോൾ അയാൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. നിനക്കതൊക്കെ ശീലമല്ലേ എന്ന് പരിഹാസത്തോടെയുള്ള അയാളുടെ ചോദ്യങ്ങൾ അവളുടെ ചങ്കിൽ തുളച്ചു കയറും. ഓരോ കുത്തുവാക്കുകൾ ഏൽക്കുമ്പോൾ മറുപടിയൊന്നും പറയാതെ അവൾ തല താഴ്ത്തി നിൽക്കും. തെറ്റുപറ്റിയത് തൻ്റെ ഭാഗത്താണെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുമ്പോഴും ആ പഴയ വീഡിയോയുടെ നിഴൽ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വീണുപോയ ഒരു നിമിഷത്തിൻ്റെ വില തൻ്റെ ജീവിതകാലം മുഴുവൻ നൽകേണ്ടി വരുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും നിസാർ തന്നെ ഉപേക്ഷിക്കാത്തതിൽ അവൾ നന്ദിയുള്ളവളായിരുന്നു. ആ കടപ്പാടും കുറ്റബോധവും ചേർന്ന് അവളെ അയാളുടെ കാൽക്കീഴിലെ ഒരു നിഴലാക്കി മാറ്റിയിരുന്നു. ഒരു പെൺകുഞ്ഞുമായി അമ്മയായ താൻ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് ഇന്ന് തെസ്നി തിരിച്ചറിയുന്നു. ഫിദയെപ്പോലെയുള്ള ചതിക്കുഴികളെ തിരിച്ചറിയാത്തതും റിച്ചുവിൻ്റെ കപടപ്രേമത്തിൽ വീണതും തൻ്റെ മാത്രം അറിവില്ലായ്മയാണെന്ന് അവൾ സ്വയം കുറ്റപ്പെടുത്തും. നിസാർ അവളെ കുത്തി നോവിക്കുമ്പോഴെല്ലാം അവളത് നിശബ്ദമായി സഹിക്കുന്നത് താൻ അർഹിച്ച ശിക്ഷയാണെന്ന് കരുതിയാണ്. പ്രവാസത്തിൻ്റെ ഏകാന്തതയിൽ നിന്നും അവൾ ഇന്ന് ഭർത്താവിൻ്റെ സംരക്ഷണയിലാണ്. പക്ഷെ മനസ്സിപ്പോഴും ആ പഴയ രാത്രികളുടെയും ചതികളുടെയും ഓർമ്മകളിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.